നമ്മുടെ രാജ്യം സ്വതന്ത്രമായതിനു ശേഷം നാളിതുവരെ നമ്മുടെ രാജ്യം അനുവർത്തിച്ചു വന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ മുന്നോട്ടുള്ള നടത്തിപ്പ് തകർക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ സംസ്ഥാനത്ത് ആരംഭിച്ചിട്ടുള്ള സ്വകാര്യവൽക്കരണത്തിനെതിരായിട്ടുള്ള ചരിത്രപരമായ പോരാട്ടമാണ് നമ്മളിവിടെ ആരംഭിക്കുന്നത്. നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, അന്ന് അദ്ദേഹം അറിയപ്പെടുന്നത് അന്തർദേശീയ തലത്തിലും ദേശീയ തലത്തിലുമൊക്കെ ലോകം കണ്ട സോഷ്യലിസ്റ്റ് എന്നായി. അദ്ദേഹത്തിന്റെ സോഷ്യലിസ്റ്റ് ആഭിമുഖ്യം കാരണമാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട മേഖലകളെല്ലാം തന്നെ പബ്ലിക് സെക്ടറിൽ പൊതുവിൽ നിലനിർത്തണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി നമ്മുടെ ആഭ്യന്തരമായി ഉൽപ്പാദിപ്പിക്കേണ്ട ജനങ്ങൾക്ക് ദൈനംദിനമായി ആവശ്യമുള്ള സാധന സാമഗ്രികൾ, നമ്മുടെ സൈന്യത്തിനു വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങൾ, നമ്മുടെ മൈനുകൾ, നമ്മുടെ മിനറൽസ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും പ്രഥമഗണനീയമായിട്ടുള്ള മേഖലകളെല്ലാം തന്നെ സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് ആയിട്ട് നിലനിർത്തുവാനാണ് സർക്കാർ തീരുമാനിച്ചത്. അത് അദ്ദേഹത്തിൻ്റെ സോഷ്യലിസ്റ്റ് ദർശനത്തിൻ്റെ അടിസ്ഥാനമാക്കി അദ്ദേഹം കൈക്കൊണ്ട നടപടി എന്നാണ് അന്ന് ലോകത്തിൽ അടയാളപ്പെടുത്തിയതും നമ്മുടെ രാജ്യം കരുതിപ്പോൾ. അന്നൊന്നും നമ്മുടെ ഭരണഘടനയുടെ ആഭിമുഖ്യത്തിൽ സോഷ്യലിസം എന്നുള്ളൊരു വാക്കില്ലായിരുന്നു. അന്ന് നമ്മൾ പറഞ്ഞത് നമ്മുടെ ഒരു സമ്മിശ്ര സമ്പദ്ഘടന എന്നുള്ളതാണ്. പൊതുമേഖലയും സ്വകാര്യ മേഖലയുമെല്ലാം സമഞ്ജസമായി കൂട്ടിച്ചേർക്കപ്പെടുന്ന സമ്മിശ്ര സമ്പദ്ഘടന എന്നാണ് നമ്മൾ അവകാശപ്പെട്ടിരുന്നത്. അത് ലോകത്തിന്റെ മുമ്പിൽ ഒരു പുതിയ കാഴ്ചപ്പാടായിരുന്നു. അന്ന് വരെ ലോകം അന്നത്തെ അന്താരാഷ്ട്ര മേഖലകളെല്ലാം ഒന്നുകിൽ സോഷ്യലിസ്റ്റ് സമ്പദ്ഘടന, അതല്ലെങ്കിൽ മുതലാളിത്ത സമ്പദ്ഘടന. അതിൽ നിന്ന് വിഭിന്നമായി നമ്മുടെ രാജ്യം മൂന്നാം ലോക ചേരി രാഷ്ട്രങ്ങളുടെ തലവനായതുപോലെ തന്നെ സമ്പദ്ഘടനയിലും ലോകത്തിന്റെ മുമ്പിൽ ഒരു പുതിയ ദർശനം നൽകുകയുണ്ടായി സമ്മിശ്ര സമ്പദ്ഘടന. ആ പൊതുമേഖലയിൽ ആരംഭിച്ചിട്ടുള്ള വ്യവസായങ്ങളെല്ലാം നാടിന്റെ പൊതു നന്മയ്ക്കായിട്ടാണ്. നമ്മുടെ രാജ്യത്തിലെ 134 കോടി ജനങ്ങൾക്കും അതിന്റെ അവകാശികളാണ്. ആ സ്ഥാപനങ്ങളിൽ കൂടി നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾക്കും അഭ്യസ്തവിദ്യരായിട്ടുള്ള ചെറുപ്പക്കാർക്കുമെല്ലാം തൊഴിലിടങ്ങൾ സംജാതമാകും. ആ വ്യവസായങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളെല്ലാം നമ്മുടെ രാജ്യത്തിലെ ജനങ്ങൾക്ക് കഴിയുന്ന വിലയ്ക്ക് നൽകുവാൻ കഴിയും. ആ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്ന ലാഭം നമ്മുടെ രാജ്യത്തിന്റെ അടിസ്ഥാന വികസനത്തിനും നമ്മുടെ രാജ്യത്തിലെ സാധാരണക്കാരും പട്ടിണിപ്പാവങ്ങളുമായിട്ടുള്ള ജനങ്ങളെ മുഖ്യധാരയിൽ എത്തിക്കുവാൻ കഴിയുമെന്നുള്ള വലിയ സ്വപ്നമായിരുന്നു നമ്മുടെ രാജ്യത്തിനുണ്ടായിരുന്നത്. നമ്മുടെ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആകുന്നതുവരെ അതിനൊരു തടസ്സവും കൂടാതെ നമ്മുടെ രാജ്യം മുന്നോട്ട് പോയി. അദ്ദേഹത്തിന്റെ മകൾ ശ്രീമതി ഇന്ദിരാഗാന്ധി അധികാരത്തിൽ വന്നപ്പോഴും ആ നടപടിക്ക് ഒരു മാറ്റവും ഉണ്ടായില്ല. ശ്രീമതി ഇന്ദിരാഗാന്ധി കുറച്ചുകൂടി തന്റെ പിതാവിന്റെ സോഷ്യലിസ്റ്റ് ദർശനത്തിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ബാങ്കുകൾ ദേശസാൽക്കരണം നടത്തി, നമ്മുടെ ഇൻഷുറൻസ് ദേശസാൽക്കരണം നടത്തി, നമ്മുടെ രാജ്യത്തിന്റെ നാടുവാഴി സമ്പ്രദായത്തിന്റെ പിന്തുടർച്ചയായിട്ടുള്ള പ്രിവി പേഴ്സ് നിർത്തലാക്കി. ജനാധിപത്യ രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം സാധാരണ ജനങ്ങളുടെ നികുതി പണം എന്ന് പറയുന്നത് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ജനങ്ങളെ ചൂഷണത്തിന് വിധേയമാക്കി അടിച്ചമർത്തപ്പെട്ട നാട്ടുരാജാക്കന്മാർക്ക് പ്രിവി പേഴ്സ് നൽകുവാൻ ഉള്ളതല്ല എന്നുള്ള ധീരമായ നടപടിയും ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടം വരെ നടക്കുകയുണ്ടായി. അതിനുശേഷം അവരുടെ പുത്രൻ ശ്രീ രാജീവ് ഗാന്ധി വന്നപ്പോഴുമൊക്കെ നമ്മുടെ അടിസ്ഥാന ശിലയായിട്ടുള്ള നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ കുറച്ചുകൂടി ഉന്നതമായ നിലയിലേക്ക് കൊണ്ടുപോകുന്നതിനും അവിടെയൊക്കെ ഒരു പ്രൊഫഷണൽ മാനേജ്മെന്റ് കൊണ്ടുവരുന്നതിനുമൊക്കെയാണ് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ രാജീവ് ഗാന്ധിയും ഒക്കെ ശ്രമിച്ചത്. പക്ഷേ രാജീവ് ഗാന്ധിക്ക് ശേഷം കാര്യങ്ങളെല്ലാം തകിടം മറിഞ്ഞു.
അതിനുശേഷം നമ്മുടെ രാജ്യത്തുണ്ടായിട്ടുള്ള ഒരു ഗതിമാറ്റം എന്ന് പറയുന്നത് ആഗോളവൽക്കരണവും അതുപോലെ തന്നെ സ്വകാര്യവൽക്കരണവും ഒക്കെ ആയിരുന്നു. ആ സ്വകാര്യവൽക്കരണത്തിന്റെ ഭാഗമായി 1998 ശ്രീ AB വാജ്പേയി നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വകുപ്പുകളിൽ ഒരു പുതിയ വകുപ്പിന് അദ്ദേഹം കൊണ്ടുവന്നു, ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ അദ്ദേഹത്തിന്റെ മന്ത്രിയായിരുന്നത് മുൻ ശ്രീ ലോകം ആദരിക്കുന്ന മാധ്യമ പ്രവർത്തകനായിട്ടുള്ള ശ്രീ അനു ഷൂരിയായിരുന്നു. അദ്ദേഹത്തിന് നൽകിയിട്ടുള്ള ജോലി എന്ന് പറയുന്നത്, അദ്ദേഹത്തിന് നൽകിയിട്ടുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നമ്മുടെ നഷ്ടത്തിലായിരിക്കുന്ന കേന്ദ്രത്തിന്റെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലുള്ള സർക്കാരിന്റെ ഷെയർ സ്വകാര്യ മേഖലയ്ക്ക് കൈമാറണം. അതിനുവേണ്ടി ഒരു മന്ത്രാലയം ഉണ്ടാക്കി. ആ മന്ത്രാലയത്തിനെതിരായിട്ട്, ആ സ്വകാര്യവൽക്കരണത്തിനെതിരായിട്ട് നമ്മുടെ രാജ്യത്ത് ഉജ്ജ്വലമായിട്ടുള്ള പോരാട്ടങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ള, അതിന് നേതൃത്വം നൽകിയിട്ടുള്ള ഒരു ഭരണ സംവിധാനമാണ് നമ്മുടെ സംസ്ഥാനത്ത് കഴിഞ്ഞ 9 വർഷക്കാലം നിൽക്കുന്നത്. അതിന് മുമ്പ് നിങ്ങൾക്കറിയാം, നമ്മുടെ കമ്പ്യൂട്ടറൈസേഷന്റെ കാലഘട്ടത്തിൽ രാജീവ് ഗാന്ധി കൊണ്ടുവന്നിട്ടുള്ള കമ്പ്യൂട്ടറൈസേഷനെ നഖശികാന്തം എതിർക്കുകയും പിന്നെ ആ കമ്പ്യൂട്ടറൈസേഷന്റെ വക്താക്കളാക്കി മാറുകയും ചെയ്തിട്ടുള്ള നമ്മുടെ ഇന്നത്തെ ഭരണ സംവിധാനം. അങ്ങനെ ആഗോള ബാങ്കിംഗ് സംവിധാനങ്ങളിൽ നിന്ന് ലോൺ എടുക്കുന്നത് നമ്മുടെ രാജ്യത്തിന് ദോഷമാണെന്ന് പറഞ്ഞിട്ട് ആ ലോക ബാങ്കിന്റെ പിന്നിൽ ലോണും കോടിക്കണക്കിന് രൂപ വാങ്ങി രാജ്യത്തിലെ ജനങ്ങളെ കടക്കണിയിലാക്കിയിട്ടുള്ള നമ്മുടെ സർക്കാർ. അതിന്റെ പരിണിത ഫലങ്ങൾ നമ്മുടെ കൊച്ചു സംസ്ഥാനത്തും ഉണ്ടായി. കേന്ദ്ര ഗവൺമെന്റിന്റെ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന മോഡേൺ ബ്രെഡ് ഫാക്ടറി നമ്മുടെ എറണാകുളത്തുള്ളത്, അതും സ്വകാര്യ മേഖലയ്ക്ക് ഹിന്ദുസ്ഥാൻ ലിവർ വാങ്ങിച്ചു. നമ്മുടെ ഈ കോവളത്തുള്ള ITDCയുടെ ഏറ്റവും പ്രഗത്ഭമായ രീതിയിൽ നടന്നുകൊണ്ടിരുന്ന അശോക ഹോട്ടൽ ഗൾഫാർ മുഹമ്മദ് അലി മേടിച്ചു. ഗൾഫാർ മുഹമ്മദ് അലി മേടിച്ചപ്പോൾ അദ്ദേഹത്തിനെ അവിടെ കടക്കുവാൻ പോലും അനുവദിക്കാതെ നമ്മുടെ നമ്മുടെ സംസ്ഥാനം പോരാട്ടത്തിന്റെ രാജകുമാരൻ എന്ന് പറയുന്ന VS നടത്തിയിട്ടുള്ള പോരാട്ടങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സിൽ കാണും. അപ്പോൾ കഴിഞ്ഞ 9 വർഷക്കാലവും അതിനു മുമ്പ് ശ്രീ സഖാവ് VS അച്യുതാനന്ദൻ നമ്മുടെ സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ നമ്മുടെ 131 പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ 126 പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ലാഭത്തിലെത്തി. അപ്പോൾ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ പറഞ്ഞു, വഴിവിട്ട് ചിലവാക്കുന്ന ഇടങ്ങളായിട്ട് മാറുന്നതിനൊരു തിരുത്താണ് എന്റെ 5 വർഷക്കാല ഭരണഘട്ടത്തിൽ 131 126 പൊതുമേഖലാ സ്ഥാപനങ്ങളും ലാഭത്തിലായി. കൂടുതൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നമ്മുടെ രാജ്യത്ത് തുടങ്ങും. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ തുടങ്ങി. ഏകദേശം 10-12 പുതിയ പൊതുമേഖലാ സ്ഥാപനങ്ങൾ തുടങ്ങി. അന്ന് സർക്കാരിന്റെ സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ കീഴിൽ 5 പൊതുമേഖലാ സ്ഥാപനങ്ങളാണ്, ഫാക്ടറികളാണ് നമ്മുടെ സംസ്ഥാനത്ത് ആരംഭിച്ചിട്ടുള്ളത്. നമ്മുടെ കേന്ദ്രം അവകാശപ്പെടുന്നത് പോലെ പൊതുമേഖല എന്നുള്ളത് ഒരു നഷ്ടക്കച്ചവടമില്ലെന്ന് ഈ രാജ്യത്തിന് മാതൃകയായിരുന്നു സഖാവ് VS അച്യുതാനന്ദന്റെ ഭരണകാലം. അതിനു മുമ്പ് നമ്മുടെ ഈ KL കുറിച്ച് പറഞ്ഞാൽ, ഈ KL 1987 മുതൽ 1992 വരെ സഖാവ് EK നായനാർ മുഖ്യമന്ത്രിയായും KR ഗൗരിയമ്മ നമ്മുടെ വ്യവസായ വകുപ്പ് മന്ത്രിയായിരുന്ന കാലഘട്ടമാണ് ഈ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം സുവർണ കാലഘട്ടം എന്ന് പറയുന്നത്. ആ കാലഘട്ടത്തിൽ ഏകദേശം 500ഓളം തൊഴിലാളികൾ, അതിന്റെ ഭരണപരമായ രംഗത്തും അതുപോലെ തന്നെ ആ തൊഴിൽ മേഖലയിലും 500ഓളം തൊഴിലാളികൾക്ക് നേരിട്ടും, അതല്ലാതെ 500ഓളം മറ്റു തൊഴിലാളികൾക്കും 1000ഓളം കുടുംബങ്ങൾക്ക് അത്താണിയായിട്ടുള്ള ഒരു സ്ഥാപനമായിരുന്നു ഈ സ്ഥാപനം. ലാഭത്തിൽ നിന്നും ലാഭത്തിലേക്ക് കുടിക്കുന്ന ഒരു സ്ഥാപനം. നമ്മുടെ രാജ്യത്തിലെ നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഉപജീവനാർത്ഥം ഓട്ടോറിക്ഷ ഏറ്റവും വിലക്കുറവിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനം. അങ്ങ് ബംഗ്ലാദേശിലും പാകിസ്ഥാനും ഒക്കെ കയറ്റുമതി ചെയ്യുന്ന ഒരു സ്ഥാപനം. ആ സ്ഥാപനത്തിന് സഖാവ് ഗൗരിയമ്മയുടെ കാലത്തിന്റെ അതൊരു മോഹമുണ്ടായി. നമ്മളൊരു കൊച്ചു കാർ നിർമ്മിക്കണം, ഇവിടെ ഓട്ടോറിക്ഷയുടെ എഞ്ചിൻ ഉപയോഗിച്ച് ഒരു കൊച്ചു കാർ നിർമ്മിക്കണം. അതിന്റെ പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കി. അന്ന് മാരുതിയുടെ സുവർണ കാലമാണ്. മാരുതിക്ക് അന്ന് 1 ലക്ഷം രൂപയുണ്ടെങ്കിൽ അവർ പറഞ്ഞു, ഈ കേരള ഓട്ടോമൊബൈൽസ് ലിമിറ്റഡ് പറഞ്ഞു, ഞങ്ങൾ നിർമ്മിക്കുന്ന ഒരു കൊച്ചു കാറിന് ഏറെ വന്നാൽ 35,000 രൂപ. 35,000 രൂപയ്ക്ക് ഒരു കാറ്. ടാറ്റ നാനോ കാറിനെ സ്വപ്നം കാണുന്നതിന് മുമ്പ്, അതിന്റെ പ്രോജക്ട് കൺസീവ് ചെയ്യുന്നതിന് മുമ്പ് ഈ കേരള ഓട്ടോമൊബൈൽസ് ലിമിറ്റഡിൽ സാധാരണക്കാരന് വേണ്ടിയിട്ട് ഒരു കൊച്ചു വാഹനം, ഒരു കൊച്ചു കാർ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് അത് നാടിന്റെ പൊതു സ്വീകാര്യതയ്ക്കും കാരണമായിട്ടുള്ള ഒരു സ്ഥാപനമായിരുന്നു ഈ സ്ഥാപനം. പക്ഷെ ഗൗരിയമ്മയുടെ കാലത്തിന് ശേഷം ഈ സ്ഥാപനത്തിന്റെ സ്ഥിതിഗതികൾ മാറി. ഈ സ്ഥാപനത്തിന്റെ അതിന് ശേഷം വന്ന ഗവൺമെന്റുകൾ, ഗൗരിയമ്മയുടെ
92 സഖാവ് നായനാറിന് ശേഷം വന്ന ഗവൺമെന്റുകൾ, ഞാൻ ഓരോ ഗവൺമെന്റുകളുടെയും ചെയ്തികളൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഈ സ്ഥാപനത്തിന്റെ സ്ഥിതി പരമദയനീയമായിരുന്നു. ഈ സ്ഥാപനത്തിന്റെ 500ഓളം വരുന്ന സ്റ്റാഫുകളിൽ 400ഓളം സ്റ്റാഫുകളിൽ ഭരണവിഭാഗത്തിലുള്ള സ്റ്റാഫുകളെ മറ്റ് സർക്കാർ സ്ഥാപനങ്ങളിൽ പുനർവിന്യസിച്ചു. കഷ്ടിച്ച് 60ഓളം തൊഴിലാളികളും 40ഓളം സ്റ്റാഫുകളും മാത്രമുള്ള ഒരു സ്ഥാപനമായിട്ട് മാറി. അവിടെ റിട്ടയർ ചെയ്യുന്ന തൊഴിലാളികൾക്ക് തങ്ങളുടെ ജീവിതത്തിന്റെ വസന്തകാലം മുഴുവനും ഈ സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്ന അത്തരത്തിലുള്ള ആളുകൾക്ക് അവരുടെ അവസാന കാലഘട്ടത്തിൽ അവരുടെ ടെർമിനൽ ബെനിഫിറ്റ്സ് പോലും കൊടുക്കുവാൻ കഴിയാത്ത സ്ഥിതിയായി. സർക്കാർ 37 കോടി രൂപ ഈ സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി നൽകി. ആ 37 കോടി രൂപയിൽ 12.5 കോടി രൂപ എന്ന് പറയുന്നത് ഒരു മെഷീൻ വാങ്ങാനാണ് അന്നത്തെ മാനേജിംഗ് ഡയറക്ടർ ചെയർമാനും കൂടി തീരുമാനിച്ചത്. ആ 12.5 കോടി രൂപയുടെ മെഷീനെ ഉപയോഗിക്കുവാനുള്ള സംവിധാനം ഈ രാജ്യത്ത് ഈ സ്ഥാപനത്തിന്റെ അകത്തില്ല. ഞാൻ കെടുകാര്യസ്ഥതയുടെ അതിന്റെ മിസ്മാനേജ്മെന്റിന്റെ ചെറിയ ഒരു ഉദാഹരണം പറയുകയായിരുന്നു. അന്ന് ഏകദേശം 20-26ഓളം തൊഴിലാളികൾ, അതിൽ പെൺമക്കളെ കല്യാണം കഴിച്ചു കൊടുക്കേണ്ട ആളുകളുണ്ട്, ക്യാൻസർ രോഗത്തിന്റെ ചികിത്സയിലുള്ള ആളുകളുണ്ട്. അവർക്ക് ഭക്ഷണം കഴിക്കാൻ പോലും ഇല്ലാത്ത ദരിദ്രമായ അവസ്ഥയിൽ അവർ ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു 37.5 കോടി രൂപ ഈ സർക്കാർ തന്നു. ആ സർക്കാർ 37.5 കോടി രൂപ തന്നിട്ടുള്ളത് ഈ സ്ഥാപനത്തിൽ നിന്നും പെൻഷൻ പറ്റിയവർക്ക് പെൻഷൻ ആനുകൂല്യങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. അത് വകമാറ്റി ചെലവഴിച്ചിരിക്കുന്നു. അത് വകമാറ്റി 12.5 കോടി രൂപയുടെ ഒരു ഉപകരണം വാങ്ങി വെച്ചിരിക്കുന്നു. അതിന്റെ അടപ്പ് പോലും തുറന്നു നോക്കിയിട്ടില്ല. ഹൈക്കോടതി പറഞ്ഞു, അവിടുത്തെ മാനേജിംഗ് ഡയറക്ടർ ചോദിച്ചു, താങ്കൾ എത്ര രൂപയാണ് മാസം ശമ്പളം വാങ്ങുന്നത്? 1,75,000 രൂപ. താങ്കൾ ഏത് വണ്ടിയിലാണ് സഞ്ചരിക്കുന്നത്? അന്ന് കമ്പനി വകയുള്ള ടയോട്ടോ വണ്ടിയിലാണ് സഞ്ചരിക്കുന്നത്. അദ്ദേഹം കോടതി പറഞ്ഞു, താങ്കൾ ആ വണ്ടി ഉപയോഗിക്കേണ്ട, താങ്കൾ ശമ്പളവും വാങ്ങണ്ട, ഈ പാവപ്പെട്ട ആളുകൾക്ക് അവർക്കുള്ള പെൻഷനറി ബെനിഫിറ്റ്സ് കൊടുത്താൽ മതി. 2 ദിവസം കൊണ്ട് കൊടുത്തു. 2 ദിവസം കൊണ്ട് അത് കൊടുത്തിട്ടുണ്ട്. ആ കെടുകാര്യസ്ഥത ഈ സ്ഥാപനത്തെ നശിപ്പിച്ചു. ഈ കഴിഞ്ഞ നിങ്ങൾക്കറിയാം, ഈ നമ്മുടെ രാജ്യത്ത് ഇലക്ട്രിക് വാഹനങ്ങൾ വന്നു. ആ വാഹനങ്ങൾ വന്നപ്പോൾ ആ ഇലക്ട്രിക്കൽ വാഹനങ്ങൾ നിർമ്മിക്കുവാനായിട്ട് നമ്മുടെ രാജ്യത്ത് എല്ലാ സംവിധാനവും ഉണ്ടായിരുന്നത് ഈ സ്ഥാപനത്തിനായിരുന്നു. 10.5 ഏക്കർ വസ്തുവും 1,50,000 സ്ക്വയർ ഫീറ്റ് ഉള്ള പ്ലാന്റും മെഷീനറിയുമുള്ള ഒരു സ്ഥാപനം. നമുക്കന്ന് ആരുമില്ല. അന്ന് നമ്മുടെ രാജ്യത്ത് ഇലക്ട്രിക് ഓട്ടോ നിർമ്മിക്കുന്ന അല്ലെങ്കിൽ ഇലക്ട്രിക് വാഹനങ്ങൾ നിർമ്മിക്കുന്ന ഒരു സ്വകാര്യ മേഖലയിലുള്ള സ്ഥാപനങ്ങളും ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ ആ അവസരം ഉപയോഗിച്ച് ഈ സ്ഥാപനത്തിന് അഭിവൃദ്ധിയിൽ നിന്നും അഭിവൃദ്ധിയിലേക്ക് നാടിന് മാതൃകയായി മാറുവാൻ കഴിയുമായിരുന്നു. ആ അവസരം ചില സ്വകാര്യ മുതലാളിമാർക്ക് വേണ്ടി ഒഴിഞ്ഞു കൊടുക്കുകയും സ്വകാര്യ മേഖലയിൽ അതിന്റെ നിർമ്മാണങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. പക്ഷെ ഇപ്പോൾ അതിനുശേഷം രണ്ടാം പിണറായി സർക്കാർ വന്നു. സ്ഥിതി കുറച്ചുകൂടി മോശമായി. കഴിഞ്ഞ 9 മാസക്കാലമായി ഇവിടുത്തെ തൊഴിലാളികൾക്ക് ശമ്പളം കൊടുത്തിട്ട് ഞങ്ങൾ ഈ പ്രക്ഷോഭണം, ഞങ്ങളുടെ കരിദിനം ആചരിച്ചതിന്റെ അന്ന് അവർക്ക് അതിൽ 1 മാസത്തെ ശമ്പളം കൊടുത്തു. അതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഞങ്ങളുടെ ഈ പ്രവർത്തനത്തിന്റെ ഫലമായി 1 മാസത്തെ ശമ്പളമെങ്കിലും അവർക്ക് കിട്ടിയിട്ടല്ലോ. എന്നാൽ ഇന്നെന്താണ് നടത്തിയിരിക്കുന്നത്? ഇതിന്റെ ആസ്തി എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഇതിന് 10.5 ഏക്കർ വസ്തുവും 1.5 ലക്ഷം സ്ക്വയർ ഫീറ്റുള്ള പ്ലാന്റും മെഷീനറിയുമുള്ള ഈ സ്ഥാപനത്തിന് ഇന്നത്തെ മതിപ്പ് വില അനുസരിച്ചിട്ട് 500 കോടി രൂപ വരും. ഈ 500 കോടി രൂപയുള്ള ഈ സ്ഥാപനത്തിന് ചായക്കാശിന് പോലും വിലയില്ലാത്ത 76% ഷെയറാണ് ലോർഡ്സ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന BJP-യുമായിട്ടും ശിവസേനയുമായിട്ടും അടുത്ത ബന്ധം പുലർത്തുന്ന ബോംബെ കമ്പനിക്ക് വേണ്ടിയിട്ട് നാട്ടുകാരറിയാതെ ഒളിച്ച് പാത്തും പതുങ്ങിയും നമ്മുടെ കേരള സർക്കാർ കൈമാറിയിരിക്കുന്നത്. ഏകദേശം 375 കോടി രൂപയുടെ വസ്തുവകകളാണ് നമ്മുടെ സർക്കാർ ഈ നാട്ടിലുള്ള ജനങ്ങളോട് പറയാതെ മിണ്ടാതെ കൈമാറിയിരിക്കുന്നത്. സാധാരണഗതിയിൽ അന്ന് നമ്മുടെ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് നിയമമുള്ള കാലഘട്ടത്തിൽ തന്നെ ഒരു സ്ഥാപനത്തിന് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണമെങ്കിൽ ആദ്യമായിട്ട് അവിടെ അസറ്റ് ഇവാലുവേഷൻ നടത്തണം. ആ സ്ഥാപനത്തിന്റെ മതിപ്പ് വില എത്രയാണ്, അതിന്റെ അസറ്റ് എന്താണെന്ന് തീരുമാനിക്കണം. ആ അസറ്റ് തീരുമാനിച്ചതിന് ശേഷം ഡിസ്ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോൾ സർക്കാർ നഷ്ടപ്പെട്ടതിന് തത്തുല്യമായിട്ടുള്ള തുക ആ വരുന്ന കമ്പനി അവിടെ മുടക്കണം. 375 കോടിക്ക് ഏകദേശം, അത് കൂടുതൽ വരാനേ സാധ്യതയുള്ളൂ, 375 കോടി രൂപയുടെ വസ്തുവകകൾ ഒരു ബോംബെ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിക്ക് കൈമാറിയപ്പോൾ നമ്മുടെ സർക്കാർ അസറ്റ് ഇവാലുവേഷൻ നടത്തിയോ?
375 കോടിക്ക് തത്തുല്യമായിട്ടുള്ള നിക്ഷേപം കമ്പനിയിൽ നടത്തിയോ. 1.5 ലക്ഷം രൂപ മാസവാടകയാണ് പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾ പ്രക്ഷോഭം നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ അത് 3 വർഷമാക്കി. നിലവിലുള്ള തൊഴിലാളികൾക്ക് ഒരു സംരക്ഷണം നൽകുവാനുള്ള ബാധ്യതയില്ലേ? പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ചില സാഹചര്യങ്ങളിൽ അത്യന്താപേക്ഷിതമാണ്. പക്ഷെ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റിന്, സ്വകാര്യവൽക്കരണത്തിന് ഒരു ആവശ്യവുമില്ലാത്തപ്പോഴാണ് ഈ സ്ഥാപനത്തെ തകർക്കുവാൻ, ഈ സ്ഥാപനത്തിനെ തകർക്കുവാൻ ഈ സ്വകാര്യ കമ്പനിക്ക്, ചായക്കാശിനി കമ്പനി ഈ സ്ഥാപനത്തിന് വിട്ടത്. 375 കോടി രൂപ പോയിട്ട് 4 ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടില്ല. നാട് കെട്ടിഘോഷിച്ചിരുന്ന ഉദ്ഘാടനം നടത്തിയല്ലോ. ഇതിന്റെ പിന്നിൽ അഴിമതിയില്ലേ? സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള 375 കോടി ആരും പറയാനും കേൾക്കാനും ഇല്ലാത്ത ഒരു ബോംബെ കമ്പനിക്ക് കൈമാറിയിട്ട് ഈ രാജ്യത്തിലുള്ള ഏതെങ്കിലും ഒരു പൊതു ഇടത്തിൽ ഈ കാര്യം ചർച്ച ചെയ്തിട്ടുണ്ടോ? ഈ കാര്യം ഉന്നയിച്ചിട്ടുണ്ടോ? സർക്കാരിന് ഇതിനെ സംബന്ധിച്ച് ഒരു അഭിപ്രായമുണ്ടോ? പ്രതിഷേധങ്ങൾ വന്നല്ലോ, അതിശക്തമായി. ഞങ്ങൾ മാത്രമല്ല, മറ്റു പലരും ഇതിനെ കുറിച്ച് പ്രതിഷേധിച്ചു. പക്ഷെ ഇതുവരെ ചുണ്ടനക്കുവാൻ ഈ സർക്കാരിന് എന്തുകൊണ്ട് കഴിയുന്നില്ല? കാരണം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒന്നും പറയാനില്ല. നഗ്നമായ അഴിമതി, കളവ്. ആ കളവിന് ഉത്തരം പറയുവാൻ ഈ സർക്കാരിന്റെ ബാധ്യതയുണ്ട്. പക്ഷെ ഞങ്ങളൊന്ന് പറയുന്നു, ഞങ്ങളുടെ ഈ നാട്ടിലുള്ള ജനങ്ങൾ ഇതിന്റെ മുന്നിൽ കൂടി കടന്നു പോകുമ്പോൾ ഈ സ്ഥാപനം ഞങ്ങളുടേതാണ്, ഈ നെയ്യാറ്റിൻകരക്കാരുടേതാണ്, കേരളത്തിൻ്റെതാണ് എന്നൊരു വികാരം നമ്മുടെ മനസ്സിൻ്റെ അകത്തുണ്ടായിരുന്നു. ആ വികാരമാണ് ഏതോ ആളും പേരുമില്ലാത്ത ബോംബെ കമ്പനിക്ക് ചായ വിലക്ക് എഴുതി കൊടുത്ത് സർക്കാർ നശിപ്പിച്ചിരിക്കുന്നത്. അത് അനുവദിക്കുവാൻ പോകുന്നില്ല. ഞങ്ങൾ ആമുഖമായിട്ട് പറയുന്നു, ഈ കമ്പനിയെ പുറത്താക്കുന്നത് വരെ നെയ്യാറ്റിൻകര ജില്ലാ രൂപീകരണ സമിതിയും അത് സോഷ്യലിസ്റ്റ് കളക്ടീവുമൊക്കെ അതിശക്തമായ പ്രതിരോധം സൃഷ്ടിക്കും. ഞങ്ങളുടെ ഈ നാട്ടിലെ സാധാരണക്കാരന്റെയും ഈ നാട്ടിലെ ജനങ്ങളുടെയും സ്വത്തിനെ 6-8 മാസക്കാലമാണ് ഇനി നമ്മുടെ ഗവൺമെന്റിനുള്ളത്. ആ 8 മാസക്കാലം നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, അത് പോകുന്ന പോക്കിൽ കഴിക്കോലും കൂടെ ഊരിക്കൊണ്ട് പോകാനായിട്ട് പോവുക. അതുപോലെ കഴിക്കോൽ ഊരിക്കൊണ്ട് പോകാനായിട്ടാണ് ഈ ഗവൺമെന്റിന്റെ ഭാവമെങ്കിൽ അത് അനുവദിക്കുവാൻ തയ്യാറല്ല, അത് അനുവദിക്കുവാൻ സമ്മതിക്കില്ല. എന്തു വില കൊടുത്തും തടയുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ സമരം ഇതിന് മാത്രമല്ല, നമുക്ക് തൊട്ടടുത്തൊരു സ്ഥാപനമുണ്ട് കെൽപ്പ. ആ കെൽപ്പാമിന് അതിനൊരു കമ്മിറ്റി ഇല്ല, അതിനൊരു ചെയർമാൻ ഇല്ല. ആ ചെയർമാന് പകരം സർക്കാരിന്റെ ഒരു അണ്ടർ സെക്രട്ടറിയാണ് ഇന്ന് അവിടുത്തെ ഭരണം നടത്തുന്നത്. അവർ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു, അതിനെ സർക്കാരിന്റെ ഒരു വകുപ്പുമായിട്ട് കൂട്ടിയോജിപ്പിക്കണം, അതിനെ അവസാനിപ്പിക്കണമെന്ന്. കഴിഞ്ഞ 9 വർഷക്കാലം ഈ സംസ്ഥാനത്ത് നമ്മുടെ നെയ്യാറ്റിൻകരയിൽ 4 പൊതു സ്ഥാപനങ്ങൾ നമുക്കുണ്ട്. കേരള ഓട്ടോമൊബൈൽസ് ലിമിറ്റഡ്, കെൽപ്പാം, അതുപോലെ തന്നെ നമുക്കൊരു പവർ ലൂം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കാരോടുണ്ട്. ആ പവറിൽ ഏക്കർ കണക്കിന് വസ്തുവുണ്ട്. അവിടെ അതിനെ പുനരുജ്ജീവിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും അവിടെ നൂറ്റിക്കണക്കിന് അവരുടെ നെയ്ത്ത് തൊഴിലാളികൾക്ക് ഒരു ജീവനോപാധി നൽകുവാൻ കഴിവുള്ള ആ സ്ഥാപനത്തിന് ഇത് 9 വർഷക്കാലമായിട്ട് ഒന്നും നടന്നിട്ടില്ല. എന്റെ സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, നമുക്കൊരു അമരവിളയിൽ ഒരു ടൈൽ ഫാക്ടറി ഉണ്ട്. ആ ടൈൽ ഫാക്ടറിയിലുള്ള വസ്തുക്കൾ ഇന്ന് റവന്യൂ റിക്കവറി നടപടിക്രമങ്ങൾ പ്രകാരം വിറ്റ് തുലയ്ക്കുകയാണ്. നമ്മുടെ നെയ്യാറ്റിൻകരയുടെ 4 അഭിസ്ഥാനമാന സ്തംഭമായ, നമ്മുടെ സ്വത്തായ, നമ്മുടെ നാട്ടിന്റെ പൊതുവികാരമായ ഈ 4 സ്ഥാപനങ്ങളുടെയും ഇന്നത്തെ അവസ്ഥ 9 വർഷം. ഇത് ചിന്തിക്കേണ്ടത് ഭരണം കൈവിട്ടു പോകുന്ന 8ാം മാസത്തിലല്ല, 9 വർഷക്കാലം ഉണ്ടായിരുന്നു. 131 സ്ഥാപനങ്ങളിൽ ഇന്ന് 65 സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുകയാണ്. VS അച്യുതാനന്ദന്റെ കാലത്ത് 121 സ്ഥാപനങ്ങൾ ലാഭം കൈവരിച്ചെങ്കിൽ കഴിഞ്ഞ 9 വർഷക്കാലം കൊണ്ട് 130-ൽ 65 സ്ഥാപനങ്ങൾ നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് പോവുകയാണ്. ഒരു കാര്യം മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുക. ഈ നമ്മുടെ കോവിഡിന് മുമ്പ് കേന്ദ്രത്തിന്റെ 5 സ്ഥാപനങ്ങൾ ഡിസ്ഇൻവെസ്റ്റിന് വേണ്ടി വിലക്കി വെച്ചിരുന്നു. 5 സ്ഥാപനങ്ങൾ: കോൾ ഇന്ത്യ ലിമിറ്റഡ്, ഭാരത് പെട്രോളിയം, ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കമ്മീഷൻ, ഗെയിൽ ഇന്ത്യ ലിമിറ്റഡ് തുടങ്ങിയിട്ടുള്ള 5 സ്ഥാപനങ്ങൾ. അത് കോവിഡ് ആയതുകൊണ്ട് ആ വിൽപ്പന നടന്നില്ല. പക്ഷെ 2021 മുതൽ 2025 വരെ ആ 5 സ്ഥാപനങ്ങളും ഉണ്ടാക്കിയ ലാഭം എന്ന് പറയുന്നത് 1,27,000 കോടി രൂപയാണ്. കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് സർക്കാരിന് ഡിവിഡൻഡ് ആയിട്ട് കിട്ടിയത് 74,000 കോടി രൂപയാണ്. ഈ 1,27,000 കോടി രൂപ ഒരു പക്ഷേ അതിന് കച്ചവടം നടന്നിരുന്നുവെങ്കിൽ അതിനെ ഭരിക്കുന്നവരുടെ കീശ വീർക്കുമായിരുന്നു. പക്ഷേ അത് ഏതെങ്കിലും സ്വകാര്യ കമ്പനിക്ക്, അദാനിക്കോ അംബാനിക്കോ ടാറ്റയ്ക്കോ ബിർളയുടെയൊക്കെ പോക്കറ്റിൽ എത്തേണ്ട 1,27,000 കോടി രൂപയാണ് നമ്മുടെ നാടിന്റെ വളർച്ചയ്ക്ക് വേണ്ടി സർക്കാരിന്റെ കൈകളിലെത്തി. ഇതൊരു വലിയ പാഠമാണ്, ഉദാഹരണമാണ്. നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ സത്യസന്ധമായ ഇച്ഛാശക്തിയോടുകൂടി നയിക്കുവാനും
പ്രൊഫഷണൽ സ്പിരിറ്റോട് കൂടി കഴിഞ്ഞാൽ അത് ലാഭം ഉണ്ടാക്കാൻ കഴിയും. 285% ലാഭമാണ് 3 പെട്രോളിയം കമ്പനികൾ കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് നേടിയിട്ടുള്ളത്. ഇത് നമ്മുടെ കേരള ഗവൺമെന്റിനും ഒരു ബാധകമാണ്. നിങ്ങൾ സ്വകാര്യവൽക്കരണത്തിനെതിരെ ഗീർവാണം നടത്തുകയും പ്രസംഗങ്ങൾ നടത്തുകയും ദേശീയ തലത്തിൽ പ്രക്ഷോഭം സംഘടിക്കുകയും ചെയ്യുന്ന നിങ്ങളാണോ പിൻവാതിലിൽ കൂടി ബോംബെ കമ്പനിയെ ചായക്കാശിന്റെ വില പോലും ഇല്ലാത്ത വിലയ്ക്ക് വേണ്ടി കൊടുത്തിട്ടുള്ളത്? ഇത് അനുവദിക്കുവാൻ കഴിയില്ല, അനുവദിക്കാൻ സമ്മതിക്കില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ നാടിന്റെ പൊതു ഇടങ്ങളും നമ്മുടെ പൊതുസ്ഥാപനങ്ങളും പൊതുമേഖലയിൽ നിലനിർത്തുവാനും മൊത്തം ജനങ്ങൾക്കും നേട്ടമുണ്ടാക്കുവാൻ, അതുപോലെ നമ്മുടെ ഈ റോഡ് എത്ര വർഷം കൊണ്ട് കിടക്കുന്നു, അതിനൊരു പരിസമാപ്തി കൊടുക്കാൻ കഴിയുന്നുണ്ടോ? നമ്മുടെ രാജ്യത്തിൽ ഒരു വർഷം 6.7 കോടി ജനങ്ങളാണ് ദരിദ്രത്തിൽ നിന്ന് അതിദാരിദ്ര്യത്തിലേക്ക് പോകുന്നത്. ഓരോ നിമിഷവും 2 പേരാണ് പട്ടിണി പാവങ്ങളായിട്ട് മാറുന്നത്. നമ്മുടെ രാജ്യത്ത് 345 രൂപയ്ക്ക് മാത്രം ദിവസ വരുമാനമുള്ള 65 കോടി ജനങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്. നമ്മുടെ രാജ്യം 5ാമത്തെ സാമ്പത്തിക ശക്തി എന്നാണ് പറയുന്നത്. അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട അവരുടെ നേതാവായിട്ടുള്ള നിതിൻ ഗഡ്കരി ഉണ്ട്. മോഡിയെക്കാളും പൂനെയിലുള്ള RSSന് പ്രിയപ്പെട്ട ഗഡ്കരി പറഞ്ഞു 2024 പറഞ്ഞു രാജ്യം സമ്പൽ സമൃദ്ധമാകുകയും 5ാം സാമ്പത്തിക ശക്തിയായെങ്കിലും ജനങ്ങൾ ഇപ്പോഴും പട്ടിണിയിലും ദാരിദ്ര്യത്തിലും ജാതീയതയിലും ഉഴന്നു നടക്കുകയാണ്. ഇതിന് മാറ്റം വരണമെന്നുണ്ടെങ്കിൽ സാമൂഹിക സുരക്ഷാ പദ്ധതികൾ നടപ്പിലാക്കണം. ഇത് ഞാൻ പറഞ്ഞതല്ല, സോഷ്യലിസ്റ്റ് കളക്ടീവ് നേതാക്കന്മാർ പറഞ്ഞതല്ല, കേന്ദ്ര ഗവൺമെന്റിന്റെ ഉന്നതനായ മന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞതാണ്. ഇതാണ് നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ. ആ രാജ്യത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ പൊതുസമ്പത്ത് ഇന്ന് 1% താഴെ വരുന്ന 142 ശതകോടീശ്വരന്മാരുടെ കൈകളിൽ എത്തുമ്പോൾ 77% വരുന്ന നമ്മുടെ രാജ്യത്തിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് കിട്ടുന്നത് 1% വരുന്ന ദേശീയ സമ്പത്താണ്. ഇതാണ് ഈ രാജ്യത്തിന്റെ അവസ്ഥ. നമ്മുടെ രാജ്യത്തിന്റെ അസമത്വം, ഉള്ളവനും ഇല്ലാത്തവനുമുള്ള അസമത്വം ഇന്ന് നമ്മുടെ രാജ്യം സ്വതന്ത്രമായതിനു ശേഷം ഇത്രയും വലിയ അസമത്വം ഒരിക്കലും ഉണ്ടായിട്ടില്ല. നമ്മളിപ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ അസമത്വം എന്ന് പറയുന്നത് ആഫ്രിക്കൻ രാജ്യങ്ങളുടെ അസമത്വത്തെക്കാൾ കൂടുതലാണ്. ഇതാണ് നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ. ആ 142 ശതകോടീശ്വരന്മാരിൽ 10 ശതകോടീശ്വരന്മാർ നമ്മുടെ സംസ്ഥാനത്ത് നിന്നാണ് ഉള്ളത്. ഈ സ്ഥാപനങ്ങളെ പൊതുസ്ഥാപനങ്ങളായിട്ട് പൊതുമേഖലയിൽ നിലനിർത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ നടത്തിയിരിക്കുന്ന ധർമ്മസമരം ഇവിടെ ആരംഭിച്ചിരിക്കുന്നത് വന്യവയോധികനായിട്ടുള്ള നമ്മുടെ കാരോട് അയ്യപ്പൻ നായർ സാറിന്റെ നേതൃത്വത്തിലാണ്. അദ്ദേഹത്തിന് ഒരു വാക്ക് പറഞ്ഞുകൊണ്ട്, അദ്ദേഹം മുൻ കാരോട് പഞ്ചായത്ത് പ്രസിഡന്റാണ്. നമ്മുടെ രാജ്യത്ത് ഇന്നലെ സഖ VS അച്യുതാനന്ദന്റെ അനുസ്മരണം എറണാകുളത്ത് നടക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ അതിനകത്തൊരു പറയുന്നത്, നമ്മുടെ രാജ്യത്ത് നമ്മൾ മാതൃകയാക്കേണ്ട രണ്ട് നേതാക്കന്മാരുണ്ട്. ഒന്ന് തെന്നല ബാലകൃഷ്ണ സാർ. മനുഷ്യർക്ക് ഏകദേശം ദിവസമായിട്ടുള്ളൂ. ഒരു സ്ഥാനത്തിന് വേണ്ടി പോകാതെ തനിക്ക് പൈതൃകമായ സ്വത്ത് കിട്ടിയിട്ടുള്ളതിനെ രാഷ്ട്രീയ പ്രവർത്തനത്തിനും സംഘടനാ പ്രവർത്തനത്തിനും കളഞ്ഞു കുളിച്ച മനുഷ്യൻ സഖ VS അച്യുതാനന്ദൻ പോരാട്ടത്തിന്റെ പാതയിൽ കൂടി സാധാരണക്കാരന് വേണ്ടി പോരാട്ടം നയിച്ച മനുഷ്യൻ. ഇത് രണ്ടുമായിരിക്കണം നമ്മുടെ രാഷ്ട്രീയ മാതൃക. ഈ രാഷ്ട്രീയ മാതൃക സംശുദ്ധവും സുതാര്യവും വിപ്ലവാത്മകവുമായിട്ടുള്ള രാഷ്ട്രീയ മാതൃക. ആ രാഷ്ട്രീയ മാതൃകയാണ് നമ്മൾ പിന്തുടരേണ്ടത് എന്ന് ഞാൻ പറയുകയുണ്ട്. ആ ഗണത്തിൽ പെടുത്താവുന്ന അതാണ് ശ്രീ കാരോട് അയ്യപ്പൻ നായർ സാർ. അദ്ദേഹമാണ് നമ്മുടെ ഈ പരിപാടി നമ്മുടെ ഈ പരിപാടിക്ക് നേതൃത്വം കൊടുക്കുന്നത്. അദ്ദേഹത്തിന്റെ കൂടെ അതുപോലെ തന്നെ ഡോക്ടർ സി വി ജയകുമാർ സാർ, അതുപോലെ തന്നെ നമ്മുടെ പരിസ്ഥിതിക്ക് വേണ്ടി, നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട്, നാടിനെ ചൂഷണത്തിന് വിധേയമാക്കുന്ന ശക്തികൾക്കെതിരെ സന്ധിയില്ലാത്ത പോരാട്ടം നടത്തിയ ചരിത്രമുള്ള, അതിനുവേണ്ടി ജീവിതം സമർപ്പിക്കപ്പെട്ട ശ്രീ ഡോക്ടർ സി വി ജയകുമാർ, അദ്ദേഹമാണ് ഇതിന്റെ ഗ്രൂപ്പ് ക്യാപ്റ്റൻ. അതുപോലെ ഈ നാടിന്റെ പൊതു സാന്നിധ്യമായിട്ടുള്ള സാമൂഹിക രംഗത്ത് വലിയ മാറ്റങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ള ശ്രീ രാഭായ് ചന്ദ്രൻ, അതുപോലെ ഞങ്ങളുടെ ഈ സംഘടനയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ഞങ്ങളുടെ എല്ലാം ആദരണീയനായിട്ടുള്ള ഞങ്ങളുടെ ഈ സംഘടനയുടെ ചെയർമാനായിരുന്നത് മുൻ മന്ത്രി സുന്ദരേശൻ നായർ സാറാണ്. ആ സുന്ദരേശൻ നായർ സാറിന്റെ ഒരു അടുത്ത പിൻഗാമിയായിട്ടാണ് ശ്രീ ജി ബാലകൃഷ്ണപിള്ള സാർ ഈ സംഘടനയിലേക്ക് കടന്നു വരുന്നത്. ശ്രീ ജി ബാലകൃഷ്ണപിള്ളയുടെ സാറിന്റെ കാലത്താണ് ഈ സംഘടന ഒരു വിപ്ലവ സംഘടനയായി മാറിയത്. ഇതൊരു ക്രിയാത്മകമായിട്ടുള്ള ഒരു കേരള സംസ്ഥാനത്തിന്റെ പ്രതിപക്ഷമായിട്ട് മാറിയത്. അദ്ദേഹത്തിന്റെ നേതൃത്വം നടത്തിയിട്ടുള്ള ജനസമരം, അദ്ദേഹത്തിന്റെ നേതൃത്വം നടത്തിയിട്ടുള്ള 50,000 ജനങ്ങളുടെ ഒപ്പ് സ്വീകരിച്ച് ജില്ല രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം സമർപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന്റെ
സുധീരമായിട്ടുള്ള നേർമയുള്ള നേതൃത്വത്തിന്റെ കീഴിലാണ് ഈ സംഘടന മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ഇതിന്റെ എല്ലാ സംഘാടകത്തിനും നേതൃത്വം കൊടുക്കുന്ന ശ്രീ കാരോട് പത്മകുമാർ, ഈ സംഘടന നമ്മുടെ സംഘടനയുടെ കോർഡിനേറ്ററാണ്. അങ്ങനെ ഒട്ടനവധി ആളുകളുണ്ട്, ആ പേര് പറയുവാൻ തീരുന്നില്ല. അവരെല്ലാവർക്കും ഈ പരിപാടിയിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ നെയ്യാറ്റിൻകര ജില്ലാ രൂപീകരണ സമര പ്രവർത്തനത്തിന്റെ ആരംഭ കാലഘട്ടം മുതൽ അദ്ദേഹം ഞങ്ങൾക്ക് താങ്ങും തണലുമായി നിൽക്കുന്നതാണ്. അദ്ദേഹം ഇന്നും ഞങ്ങൾ അദ്ദേഹത്തിന്റെ ഈ പരിപാടി ഞങ്ങളുടെ ജില്ലാ രൂപീകരണ സമിതിയുടെ പ്രവർത്തനങ്ങളിലേക്ക് അദ്ദേഹം കടന്നു വന്നപ്പോൾ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഈ നെയ്യാറ്റിൻകര പ്രദേശത്തുള്ള കാട്ടാക്കട താലൂക്കിലുള്ള മുഴുവൻ സംവിധാനങ്ങളെയും NSS, SNDP, അതുപോലെ തന്നെ CSI, അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ മുഴുവൻ സംഘടനകളുടെയും പ്രാതിനിധ്യം നിങ്ങൾ ഉറപ്പാക്കണം. ഇത് നെയ്യാറ്റിൻകര ജില്ലാ രൂപീകരണം എന്നുള്ളൊരു ആവശ്യം നെയ്യാറ്റിൻകരയുടെ ഒരു പൊതു ആവശ്യമായിട്ട് ഉയർത്തണം. ഞങ്ങൾ മാത്രമല്ല, എല്ലാ ആളുകളെയും കൂടെ കൂട്ടിച്ചേർന്ന് ഒരു അമ്മ വെച്ച മക്കളെ പോലെ നമുക്ക് മുന്നോട്ട് പോകണമെന്ന് അദ്ദേഹം പറയും. അത് ഞങ്ങൾ അക്ഷരം പ്രതി പാലിക്കുകയാണ്. നെയ്യാറ്റിൻകരയിലുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ് നമ്മൾ ഇംഗ്ലീഷ് പറയും. നെയ്യാറ്റിൻകരയോട് താല്പര്യമുള്ള, നെയ്യാറ്റിൻകര മണ്ണിനോട് പ്രതിബദ്ധതയുള്ള എല്ലാ ആളുകളെയും ഞങ്ങൾ ഈ സംഘടനയുടെ പിന്നിൽ അണിനിരത്തുവാൻ ഉള്ള ശ്രമങ്ങൾ ഞങ്ങൾ കാര്യമായ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. എല്ലാ ആളുകളെയും ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു എന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഞങ്ങളുടെ രക്ഷാധികാരിയായി ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കുകയും പഠിക്കുകയും ഞങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്ന അദ്ദേഹമാണ് ഈ പരിപാടിയുടെ ഉദ്ഘാടനം നടത്താൻ പോകുന്നത്. ഇതാ 8 മാസക്കാലമാണ് നമുക്കൊരു നിയമസഭാ തെരഞ്ഞെടുപ്പുള്ളത്, 3 മാസക്കാലമാണ് നമുക്കൊരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുള്ളത്. നമ്മുടെ നാടിന് തന്നെ, നമ്മുടെ സംസ്ഥാനത്തിന് തന്നെ ഒരു വലിയ മാറ്റം ഉണ്ടാക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു പരിപാടിയായി ഇത് മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അദ്ദേഹത്തിനും ഞാൻ ഈ പരിപാടിയിലേക്ക് എന്റെ ഹൃദയംഗമായിട്ടുള്ള സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എന്റെ വിനീതമായി